വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1080/2026 കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കോഡായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു വരാം. 1080/2026 എക്സാം കണ്ടക്ട് ചെയ്തത് February 8, 2026 അപ്പോൾ ഇപ്പോൾ PYQ പഠിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം കോപ്പറേറ്റീവ് ലോയിൽ മാർക്കൊക്കെ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. കോപ്പറേറ്റീവ് ലോയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് നമ്മൾ ടെലഗ്രാമിൽ എടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുക. പെയ്ഡ് ഗ്രൂപ്പാണ് കേട്ടോ. ചെറിയൊരു ഫീസാണ് നമ്മൾ വാങ്ങിക്കുന്നത്. യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDF നോട്ട്സ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കാം. 1080/2026 ക്വസ്റ്റ്യൻസ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A of the KCS Act 1916 and shall be under the administrative control of. ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള വിജിലൻസ് ഓഫീസർ എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, അപ്പോൾ 68A നമ്മൾ പഠിക്കണം. അപ്പോൾ മാത്രമാണ് ഇത് ആരുടെ കൺട്രോളിലാണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം സെക്ഷൻ 68A എന്താണെന്ന് നോക്കാം. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ്. സോ വൃത്തിക്ക് കണ്ട് എന്ത് ചെയ്യുക, കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സെക്ഷൻ 68A വിജിലൻസ് ഓഫീസറാണ്. അപ്പോൾ ആരാണ് വിജിലൻസ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സബ്സെക്ഷൻ 1 പറയുന്നുണ്ട് ഗവൺമെൻറ് ആണെന്ന് പറയുന്നുണ്ട്. ദ ഗവൺമെൻറ് ഷോൾ അപ്പോയിൻറ്റ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ് കേട്ടോ. DIGയിൽ കുറയാത്ത ഒരാളെയാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ഓഫീസറെയാണ് വിജിലൻസ് ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആളുടെ പവേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എൻക്വയറി ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, മിസ്അപ്രോപ്രിയേഷൻ്റെ കേസസ് നിങ്ങൾക്കറിയാം, വാർത്തകളിൽ കാണുന്ന തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷൻസും കറപ്ഷൻസും ഉണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ഇൻക്വയറി ചെയ്യുകയുമാണ് ആരുടെ പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജിലൻസ് ഓഫീസർ 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന വിജിലൻസ് ഓഫീസറുടെ ഡ്യൂട്ടി എന്താണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, കേസസ് ഓഫ് മിസ്അപ്രോപ്രിയേഷൻ, കറപ്ഷൻ ആൻഡ് എനി അതർ മേജർ ഇറഗുലാരിറ്റീസ്. സൊസൈറ്റിയിൽ കാണപ്പെടുന്ന ഏത് തരം ഇറഗുലാരിറ്റീസും ചോദ്യം ചെയ്യാം. പക്ഷേ അത് രജിസ്ട്രാർ റെഫർ ചെയ്ത് നൽകണം കേട്ടോ. അതാണ് ഇമ്പോർട്ടൻറ്റ്. റെഫർ ടു ഹിം ബൈ ഡാഷ് എന്ന് ചോദിച്ചാൽ രജിസ്ട്രാറാണ്. അല്ലാതെ എല്ലാ കേസുകളും, ഇയാളുടെ കയ്യിൽ പെടുന്ന എല്ലാ കേസുകളും ഓടി ചാടി ഇയാൾക്ക് കൽപ്പിക്കാൻ പറ്റില്ല. രജിസ്ട്രാർ പറയണം. രജിസ്ട്രാർ റെഫർ ചെയ്ത കേസുകളാണ് ഇയാൾ ഡീൽ ചെയ്യേണ്ടത് കേട്ടോ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ഓഫ് പോലീസ് ആണ് വിജിലൻസ് ഓഫീസർ ആകേണ്ടത്. 68A ആണ് വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ വിജിലൻസ് ഓഫീസർ എന്ത് ചെയ്യാം, എൻക്വയറി ഇൻവെസ്റ്റിഗേഷനൊക്കെ കണ്ടക്ട് ചെയ്യാം. അതിൻ്റെ രീതികളെക്കുറിച്ച് പറയുന്നത് റൂളിലാണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യന് ആസ്പദമായ കാര്യമാണ് വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് 68A സബ്സെക്ഷൻ 3 പറയുന്നത്. ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. വിജിലൻസ് ഓഫീസർ ഷാൾ ബി അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് സബ്സെക്ഷൻ 3 അപ്പോൾ ഉത്തരം വരുന്നത് ആരാണ്, രജിസ്ട്രാറാണ്. രജിസ്ട്രാറിൻ്റെ അണ്ടറിലാണ് വിജിലൻസ് ഓഫീസർ വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോയിൻമെൻറ്റ് ആരാന്നല്ല. അപ്പോയിൻമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആണ്, പക്ഷേ ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ രജിസ്ട്രാർ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് ആര് വർക്ക് ചെയ്യുന്നത്, വിജിലൻസ് ഓഫീസർ വർക്ക് ചെയ്യുന്നത്. സോ അതാണ് ഈ ഒരു സബ്സെക്ഷൻ 3 ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് അടുത്ത ഒരു എക്സാമിനും കൂടി ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ഒളിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രൊവൈഡഡ് ദാറ്റ് ദ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ദിസ് സെക്ഷൻ. ഈ സെക്ഷനുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ പവേഴ്സ് ആർക്കും കൺഫർ ചെയ്യാൻ പറ്റില്ല ഓൺ എനി അതർ പേഴ്സൺ. അപ്പോൾ മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇല്ല. അതായത് രജിസ്ട്രാർ ഈ ഒരു പവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പവേഴ്സ് ഷാൾ നോട്ട് ബി കൺഫേർഡ് ഓൺ എനി അതർ പേഴ്സൺ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞു രജിസ്ട്രാർ 3-1 രജിസ്ട്രാറുണ്ട്, 3-2 രജിസ്ട്രാറുണ്ട്. 3-1 രജിസ്ട്രാർ ഡയറക്റ്റ് രജിസ്ട്രാറാണ്. 3-2 രജിസ്ട്രാർ ഈ ഒരു പവേഴ്സ് കൺഫർ ചെയ്ത് കിട്ടുന്ന ആളാണ് അല്ലേ, ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന ആളാണ് 3-2 രജിസ്ട്രാർ എന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു പവറാണ് രജിസ്ട്രാറുടെ പവറാണ് എന്ത്, വിജിലൻസ് ഓഫീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിജിലൻസ് ഓഫീസർക്ക് കേസ് റെഫർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഡയറക്റ്റായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട രജിസ്ട്രാർ തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞത്. കൺഫർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സോ ഇതാണ് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
അതുകൂടാതെ അതിൻ്റെ റൂളുണ്ട് കേട്ടോ. ആ റൂൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. 66A ആണ്, ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസറാണ് 66Aയിൽ പറയുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുമ്പം അതിൻ്റെ സെക്ഷനും റൂളും ഒരുമിച്ച് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ 66A എന്ത് ചെയ്യുക, കയ്യിലുള്ളവർ വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് റൂൾ 93 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റൂൾ 93 ഓഫ് ദ KCS റൂൾസ് 1916 സ്പെസിഫൈഡ് അബൌട്ട്. ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് ടെർമിനേഷൻ ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. ഓപ്ഷൻ സി റെസീപ്റ്റ്സ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ. ഡി അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ റൂൾ 93 എന്താണെന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് റൂള് നമുക്ക് പഠിക്കാം. റൂൾ 93 എന്താണെന്ന് വെച്ചാൽ അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് ആണ് കേട്ടോ. ജഡ്ജ്മെൻറ്റിന് മുന്നേ അറ്റാച്ച് ചെയ്യുക, അതാണ് എന്ത് പറയുന്നത്, റൂൾ 93 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻ്റ് ആണ് എന്ത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് റൂൾ 93. അപ്പോൾ ബാക്കി അതിൻ്റെ തൊട്ടടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പഠിച്ചിട്ട് പോവാം. ടെർമിനേഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് റൂൾ 91 കേട്ടോ, 91 ആണ്. ടെർമിനേഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് എന്താണ്, റൂൾ 91 ആണ്. ഓക്കെ, 91 ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനേഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് റൂൾ 91 ആണ്. പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ട്. അത് പ്രൊസീജിയർ, അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 94 പറയുന്നത്. 94 ആണ് കേട്ടോ. പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ് ചോദിച്ചിട്ടുള്ളത് 94 ആണ് കേട്ടോ, റൂൾ 94 ആണ്. റെസീപ്റ്റ്സ് ഫോർ പേയ്മെൻറ്റ് ഓഫ് എമൗണ്ട് ഡ്യൂ അത് 89 ആണ്, റൂൾ 89 ആണ് ചോദിച്ചിട്ടുള്ളത്. അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ് നമ്മൾ പറഞ്ഞു 93 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓർഡറിലൊന്ന് നോക്കാം. 88 ബത്ത, ഇൻട്രസ്റ്റ്, അതർ ചാർജസ് റിക്കവറി ഫ്രം ദ, ഈ പ്രൊസീഡിങ്സിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നാണ് പറഞ്ഞത്. ഈ പ്രൊസീഡിങ്സിൻ്റെ ചാർജസൊക്കെ അവരിൽ നിന്ന് തന്നെ ഈടാക്കും റൂൾ 88 പറയുന്നുണ്ട്. 89 പറയുന്നതാണ് റിസീപ്റ്റ് ഫോർ പേയ്മെൻറ്റ്സ് ഓഫ് എമൗണ്ട് ഡ്യൂ എന്നുള്ളത്. 90 ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ടു അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടിയുടെ ഭാഗത്തുള്ളതാണ്. സെയിൽ ഓഫീസറുടെ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റൂളിൽ പറയുന്നത്. റൂൾ 90 എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ടു അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടിയാണ്. 91 ടെർമിനേഷൻ ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്. 93 അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളിതിൻ്റെ ഹെഡിങ് എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. റൂൾ 94 പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. അപ്പോൾ ഡെയിലി വായിക്കുക, 1-2 പ്രാവശ്യം വായിക്കുക. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ വായിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഇന്നതാണ് എന്ന് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ പരുവത്തിന് വായിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 93 ചോദിച്ചിട്ടുള്ളത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. ഇതിലത്തെ ബാക്കി ടെർമിനേഷൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് വരുന്നത് 91. പ്രൊസീജിയർ ഫോർ റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ് വരുന്നത് 94. പിന്നെ റെസീപ്റ്റ്സ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ഡ്യൂ, എമൗണ്ട് ഡ്യൂ വരുന്നത് 89. അതൊന്ന് കണ്ട് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആൻ അഗ്രീവ്ഡ് പേഴ്സൺ മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ഡാഷ് എഗെയിൻസ്റ്റ് ആൻ ഓർഡർ ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ സെക്ഷൻ 70 ഓഫ് ദ KCS ആക്ട് 1916. അപ്പോൾ എന്താണ് സെക്ഷൻ 70 എന്ന് വെച്ചാൽ അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടാണ്, തർക്കത്തിന് മേലുള്ള അവാർഡുകൾ എന്നാണ് സെക്ഷൻ 70 പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അപ്പീൽ ഫയൽ, ഇതിൽ നിന്നും നമുക്ക് അഗ്രീവ്ഡ് ആവാം അല്ലേ. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി, ഡിസ്പ്യൂട്ടിന്മേൽ ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ചിലപ്പം അത് സാറ്റിസ്ഫൈ ആവണമെന്നില്ല. അപ്പോൾ ഡിസ്പ്യൂട്ടിന്മേൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ആർബിട്രേഷൻ കോർട്ടിനും പ്രഖ്യാപിക്കാം, രജിസ്ട്രാറിനും കൊടുക്കാം. രജിസ്ട്രാർ ഒരാളേനെ അതോറിറ്റി ചെയ്തിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവാർഡ് കിട്ടും, അങ്ങനെയും കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അഗ്രീവ്ഡ് പേഴ്സൺ ആണ്. സോ നമുക്കിത് തൃപ്തികരമല്ലെങ്കിൽ നമുക്ക് എവിടെ എന്ത് ചെയ്യാൻ പറ്റും, അപ്പീൽ ഫയൽ ചെയ്യാൻ പറ്റും. അത് ചോദിച്ചിട്ടുള്ളത് എവിടെയാണ് അപ്പീൽ കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ടിൽ പറയുന്നുണ്ട് എന്ത്, ഈ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ അവാർഡ് പാസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെക്ഷൻ 70 പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അപ്പീൽ കൊടുക്കേണ്ടത് ട്രിബ്യൂണലിലാണ് കേട്ടോ. ഓക്കെ, സെക്ഷൻ 82 ട്രിബ്യൂണലാണ് ഫൈനൽ എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ ഡിസ്പ്യൂട്ട് കൊടുത്തു കഴിഞ്ഞു, അങ്ങനെ ഒരു അവാർഡ് വിത്തിൻ 1 ഇയർ ലഭിച്ചു എന്നൊക്കെ വിചാരിക്കുക. പക്ഷേ എന്നാലും ഇതിൻ്റെ സെക്ഷൻ 82 ഷാൾ ബി ഫൈനൽ എന്നാണ് പറഞ്ഞത്. 82 ആണ് ഫൈനൽ വിധി എന്ന് പറഞ്ഞാൽ ഇവരുടെ മേലെ നമുക്ക് 82 അപ്പീൽ ഫയൽ ചെയ്യാം എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണലാണ് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂണലിൽ നമുക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. എനി പേഴ്സൺ, ഏത് വ്യക്തി അഗ്രീവ്ഡ് ബൈ, എങ്ങനെ അഗ്രീവ് ചെയ്യപ്പെട്ട വ്യക്തികൾക്കാണ് ഇങ്ങനെ ഫയൽ ചെയ്യാൻ പറ്റുക, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ 70 പ്രകാരമുള്ള കേസുകൾക്ക്.
അതുപോലെ 14 അമാൾഗമേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ക്ലോസുകൾ രജിസ്ട്രാറാണ് അവിടെ ഓർഡർ പ്രഖ്യാപിക്കുക. അപ്പോൾ അതിന്മേൽ അപ്പീൽ കൊടുക്കാനും ട്രിബ്യൂണലിൽ കഴിയും. 70(6) പറയുന്നുണ്ട്. 70(6) വിത്തിൻ 1 ഇയർ ഡെസിഷൻ രജിസ്ട്രാർ കൊടുക്കുന്നതാണ്. അതും എന്താണ്, പിന്നെ രജിസ്ട്രാർ ആണെങ്കിൽ ധനപരമായ തർക്കങ്ങളാണ് എടുക്കുക. ധനപരമല്ലാത്ത തർക്കങ്ങളാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് കൊടുക്കുക. അപ്പോൾ ഇവർ രണ്ട് കൂട്ടരിന്മേൽ വിധിയിന്മേൽ നമുക്ക് അപ്പീൽ എവിടെ കൊടുക്കാം? ട്രിബ്യൂണലിൽ കൊടുക്കാം. അപ്പോൾ അതാണ് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ഭാഗം ഡീറ്റെയിൽഡായിട്ടൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ട്രിബ്യൂണലിലാണ് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. ഏതൊരു വ്യക്തിയാണോ ഈ ഒരു അവാർഡ് കിട്ടിയിട്ട് അതിന്മേൽ അഗ്രീവ്ഡ് പേഴ്സണ് അപ്പീൽ എവിടെ കൊടുക്കാമെന്ന് വെച്ചാൽ ട്രിബ്യൂണലിന്മേലാണ് കൊടുക്കുക. സെക്ഷൻ 70 അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് അതിൻ്റെ 82 ആണ് ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ. 82 അപ്പീൽസ് ടു ട്രിബ്യൂണലിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഭാഗം നന്നായി വായിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് 4ാമത്തെ ചോദ്യമാണ്. എവറി എലക്റ്റഡ് ഓർ കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ അറ്റൻഡ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും റൂൾ പ്രകാരം. അത് ഏത് പ്രകാരമാണ്? റൂൾ പ്രകാരമാണ്. അതുപോലെ അത് എത്ര നാൾക്കകമാണ്? കോപ്ഷൻ, ഇലക്ഷൻ ഓർ കോപ്ഷൻ ആസ് എ മെമ്പർ ടു, ഒന്നെങ്കിൽ എലക്ട് ചെയ്ത് വന്നത് ആളാവാം. അതിപ്പോൾ എലക്റ്റഡ് ആണെങ്കിലും കോപ്റ്റഡ് ആണെങ്കിലും അവർക്ക് ട്രെയിനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എലക്റ്റഡ് ആണെങ്കിലും കോപ്റ്റഡ് ആണെങ്കിലും മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഷോൾ അറ്റൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം. അത് ഏത് റൂള് പ്രകാരമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൂൾ 50A ആണ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. റൂൾ 50A ആണ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഈ റൂൾ 50A ട്രെയിനിങ് പ്രോഗ്രാം പ്രകാരം ആര്? എലക്റ്റഡും കോപ്റ്റഡും, അങ്ങനെയും വേണേൽ ചോദിക്കാം. എലക്റ്റഡ് മാത്രം തരാം, കോപ്റ്റഡ് മാത്രം തരാം. രണ്ട് കൂട്ടർക്കും നിർബന്ധമാണ് ഷോൾ അറ്റൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം. റൂൾ ഏതാണ്? 50A ആണ് കേട്ടോ. 50Aയിലാണ് വരുന്നത്. അപ്പോൾ ഈ 50A ഉള്ളൊരു ഓപ്ഷൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 50A ആണ്. അതിൻ്റെ സമയപരിധി 1 വർഷത്തിനകം അവരെന്ത് ചെയ്യണം? ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 50Aയിലെ കണ്ടൻറ്റ് നമുക്കൊന്ന് നോക്കാം. എവറി എലക്റ്റഡ് ആൻഡ് കോപ്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷോൾ അറ്റൻഡ് ദ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്റ്റഡ് ബൈ ദ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യാം. അവർക്ക് ചെയ്യാം. ആർക്കൊക്കെ ചെയ്യാമെന്നുള്ളത് ചിലപ്പോൾ ABCD എന്ന് പറഞ്ഞ് തരാം. അപ്പോൾ ചിലപ്പോൾ ഓൾ ഓഫ് ദീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം തെറ്റായിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. ആർക്കൊക്കെ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിന് പറ്റും, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് പറ്റും, അതുപോലെ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ICMകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിന് പറ്റും. കാലാവധിയാണ് വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ, അല്ലെങ്കിൽ കോപ്ഷൻ എന്താണോ അത്. കമ്മിറ്റി കോപ്റ്റ് ചെയ്തതാണെങ്കിലും എലക്ട് ചെയ്തതാണെങ്കിലും വിത്തിൻ 1 ഇയറിനകം ഇവരെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാം നടത്താനുള്ള ആ ഒരു ഏജൻസികളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. ഇവരിൽ ആരെങ്കിലും ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആൻസർ ഇവിടെ 50A ആണ്. ട്രെയിനിങ് പ്രോഗ്രാം 1 ഇയറിനകം കണ്ടക്ട് ചെയ്യണം. ജസ്റ്റ് കയറണം, ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഓർ മാനേജിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ആരുടെ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെയാണ് കേട്ടോ. ഷാൾ ബി ഫയൽഡ് ബിഫോർ. എവിടെ ഫയൽ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജനറൽ ബോഡി ഓർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഷാൾ ബി ഫയൽഡ് ബിഫോർ. എവിടെ ഫയൽ ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടും CCUമായി ബന്ധപ്പെട്ടിട്ടും അത്യാവശ്യം റൂളുകൾ നമുക്ക് സാമാന്യം നന്നായി പഠിക്കാനുണ്ട്. ഒന്ന് വായിച്ചു പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ ഭാഗത്ത്. അപ്പോൾ റൂൾ 150 കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ റൂൾ 150 ആണ് ഈ ഒരു ക്വസ്റ്റിനായി നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. റൂൾ 150 എന്താ പറയുന്നത്? എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു എനി മാറ്റർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഏത് മാറ്റർ വേണമെങ്കിലും ആവാം കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ SCU ഷാൾ ബി റെഫേർഡ് ടു ദ ഗവൺമെൻറ്റിനാണ് റെഫർ ചെയ്യേണ്ടത്. ആൻഡ് ദ ഡിസിഷൻ ദർ ഓൺ ഷാൾ ബി ഫൈനൽ. അവിടെ വരുന്ന ഡിസിഷൻ ഷാൾ ബി ഫൈനൽ ആയിരിക്കും. പിന്നെ അതിന്മേൽ നമുക്ക് അപ്പീൽ പോകാനോ അല്ലെങ്കിൽ നിവേദനം കൊടുക്കാനോ ഒന്നും പറ്റില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ് വരുന്നത് അല്ലേ. ഗവൺമെൻറ്റിനാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക. റൂൾ 150 റിലേറ്റിംഗ് ടു CCUൻ്റെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടാണ്. എനി ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു എനി മാറ്റർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ജനറൽ ബോഡി ആൻഡ് ദ മാനേജിംഗ് കമ്മിറ്റി
ഓഫ് ദ SCU ഷാൾ ബി റെഫേർഡ് ടു ദ ഗവൺമെൻറ് ആൻഡ് ദ ഡിസിഷൻ ഷാൾ ബി ഫൈനൽ. അതും ശ്രദ്ധിക്കണം കേട്ടോ. ചിലപ്പോൾ തരാം ഡിസിഷൻ ഫൈനൽ അല്ല, വേറെ എങ്ങനെയെങ്കിലും അപ്പീൽ പോകാമെന്ന് തരാം. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 150 മാത്രമാണ് ഇവിടെ പഠിക്കേണ്ടത്, സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട് ഇവരുടെ തർക്കങ്ങൾ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത്, അപ്പോൾ CCയുടെ തർക്കം നമ്മൾ കൊടുക്കുക രജിസ്ട്രാറിനാണ് കേട്ടോ. CCയുടെ തർക്കം നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കും. ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവിടെ വരുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ആർക്ക് കൊടുക്കും? രജിസ്ട്രാറിന് കൊടുക്കും എന്നുള്ളത് കേട്ടോ. അടുത്തത് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ബൈലോ അമെൻമെൻറ്റ്. ബൈലോ അമെൻമെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി ഫോർവേഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോ അമെൻഡ് ചെയ്തു, പിന്നെ അത് ആപ്ലിക്കേഷൻ ഫോർ ദ രജിസ്റ്റർ ചെയ്യണം. ബൈലോ അമെൻഡ് ചെയ്തിട്ട് കയ്യിൽ വെച്ചാൽ പോരാ, അത് രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ് അതിന് എന്ത് ചെയ്യുക, ഒരു സിഗ്നിഫിക്കൻ്റ് ആകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് പറയുന്നുണ്ട്. എന്തിലൊക്കെയാണ് പറയുന്നത്? സെക്ഷൻ 12 അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി. അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ റൂൾ 9 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 12 മാത്രം പഠിച്ചാൽ പോരാ, റൂൾ 9 കൂടി പഠിക്കണം. റൂൾ 9 സെക്ഷൻ 12, സെക്ഷൻ 12 റൂൾ 9 കേട്ടോ. പ്രൊസീജിയർ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ. അതിൽ പറയുന്നുണ്ട് എവറി പ്രൊപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ടു ദ ബൈലോസ് ഓഫ് എ സൊസൈറ്റി റെസല്യൂഷൻ പാസ്സാക്കണം. 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൽ റെസല്യൂഷൻ പാസ്സാക്കിയതിന് ശേഷമാണ് ഈ ഒരു പ്രപ്പോസൽ, ബൈലോ അമെൻമെൻറ്റിനുള്ള പ്രപ്പോസൽ വെക്കേണ്ടത് അല്ലേ, പ്രപ്പോസൽ നടത്തേണ്ടത്. സച്ച് റെസല്യൂഷൻ ഷാൾ ബി ഫോർവേഡ് ചെയ്യണം. ആർക്ക് ഫോർവേഡ് ചെയ്യണം? രജിസ്ട്രാറിന് ഫോർവേഡ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇത് രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യണം വിത്തിൻ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ്. ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞ് 1 മാസത്തിനകം, വിത്തിൻ 1 മന്തിനുള്ളിൽ എന്ത് ചെയ്യണം? രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ആൻഡ് അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് ഓഫ് എ സൊസൈറ്റി ഡിസ്പോസ് ചെയ്യേണ്ടത് 90 ദിവസത്തിനകമാണ്. 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ സെയിം എന്ന് പറഞ്ഞിട്ട്. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, an application to register an amendment of the bylaws of a society shall be disposed by the registrar within dash days, 90 days. ഓക്കെ, അത് ഇവിടെ ക്വസ്റ്റ്യൻ അല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? 1 month ആണ് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, 1 month ആണ്, 30 days അല്ല, 1 month ആണ്. 1 month ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആ 1 month അങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. അവിടെ റെഫർ ചെയ്യേണ്ട സെക്ഷൻ ഏതൊക്കെയാണ്? സെക്ഷൻ 12 വായിക്കണം, റൂൾ 9 വായിക്കണം കേട്ടോ. ഇത് രണ്ടും വായിക്കണം. സെക്ഷൻ 12 റൂൾ 9 വായിക്കുക. അതിൽ ബാക്കി പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തത് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ അഡ്മിറ്റ് ചെയ്യുന്നു ഡാഷ് ആസ് എ നോമിനൽ മെമ്പർ. ആരെയാണ് നോമിനൽ മെമ്പറായിട്ട് ആരെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഡ്മിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ്? ഇൻഡിവിജ്വലിനെയാണ് അല്ലേ. എനി ഇൻഡിവിജ്വൽ, അതാണ് ഉത്തരം, എനി ഇൻഡിവിജ്വൽ. സെക്ഷൻ 18 പറയുന്നുണ്ട് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ കുറിച്ച്. അപ്പോൾ സെക്ഷൻ 18 വായിക്കണം. സെക്ഷൻ 18 നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്ത എല്ലാ സെക്ഷനും നിങ്ങൾ വായിച്ചു പോകുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ലോയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ പറയുന്നത് മേ അഡ്മിറ്റ് എനി ഇൻഡിവിജ്വൽ ആസ് എ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. അതുപോലെ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അഡ്മിറ്റ് ചെയ്യാം എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറായിട്ട് മറ്റവർക്ക് ഇൻഡിവിജ്വൽസിനാണ് പറ്റുള്ളൂ. മറ്റെല്ലാ സൊസൈറ്റികൾക്കും നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിരിക്കും. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യത്തിൽ സൊസൈറ്റികളെ അവർക്ക് എന്ത് ചെയ്യാം? നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ആക്കാൻ പറ്റും. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അതിന് പറ്റുന്ന സൊസൈറ്റികളാണ് ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർക്ക് എന്തില്ല? എൻറ്റൈൽ ചെയ്യാൻ പറ്റുമോ? ഷെയർ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഷോൾ നോട്ട് ബി എൻറ്റൈൽഡ് ടു എനി ഷെയർ അല്ലെങ്കിൽ അസറ്റ്, അവരുടെ പ്രോഫിറ്റ്, അതിൽ ഒരു ഭാഗം ഇല്ല. പക്ഷേ നോമിനൽ അസോസിയേറ്റഡ് മെമ്പർക്ക് അതിൽ അവകാശമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കേരള ബാങ്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നോമിനൽ അസോസിയേറ്റ് മെമ്പർക്ക് ഷെയർ ഉണ്ട്, ഷെയറിന് എൻറ്റൈറ്റിൽ ആണ് കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. ഷെയർ അതിനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് സെക്ഷൻ 80D ആണ് കേട്ടോ. 80D ഓഫ് ദ KCS ആക്ട് 1969 സ്പെസിഫൈഡ് അബൌട്ട് എന്തിനെക്കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നു? 80D നോക്കാം കേട്ടോ. 80D അപ്പോൾ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഉണ്ട്, എംപ്ലോയീസ് വെൽഫെയർ സ്കീം ഉണ്ട്, കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് ഉണ്ട്, പെൻഷൻ സ്കീം ഉണ്ട്. ഇപ്പോൾ 80D എന്താണ്? 80D ഈ ഭാഗം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. 80A to 80E വരെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ പറയുന്നുണ്ട്. സെക്ഷൻ 80 എന്താ പറയുന്നത്? ഓഫീസേഴ്സാണ്, ഓഫീസേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. 80A ആണ് പെൻഷൻ സ്കീം. 80B കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. 80BB പഠിക്കണം,
റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീസാണ്. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റീസ് നമ്മുടെ RCMBUലാണ് കേട്ടോ. അവരെ അപ്പോയിൻമെൻറ്റൊക്കെ റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റിയാണ് നടത്തുക. അപ്പോൾ ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. 80 BB ക്വസ്റ്റ്യൻ വരാറുണ്ട്. 80C കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ആണ്. 80D ആണെന്ത് വെൽഫെയർ ബോർഡ്. 80D വെൽഫെയർ ബോർഡാണ്. 80E ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് കൺട്രോൾ ഓഫ് ദ എക്സിസ്റ്റിംഗ് കേരള സ്റ്റേറ്റ് എംപ്ലോയീസിൻ്റെ വെൽഫെയർ ബോർഡിൽ നിന്നുള്ള ട്രാൻസ്ഫർ, അസറ്റും കൺട്രോളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് 80E പറയുന്നത്. അപ്പോൾ 80D പറഞ്ഞിട്ടുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡാണ് കേട്ടോ. വെൽഫെയർ ബോർഡാണ്. അപ്പോൾ അത് അവിടെ ഓപ്ഷൻ C ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ഉത്തരം വരിക കേട്ടോ. അപ്പോൾ സർവീസ് എക്സാമിനേഷൻ ബോർഡ്, അതുപോലെ എല്ലാ ബോർഡുകളും സ്കീമുകളും പഠിക്കണം കേട്ടോ. പെൻഷൻ സ്കീം പഠിക്കണം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് 80 തൊട്ടിട്ട് 80E വരെ നോക്കണം. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവാവൂ. 80 BB ചോദിക്കാറുണ്ട്. റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റികളാണ് നമ്മുടെ RCMBUവിലെ അപ്പോയിൻമെൻറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പെൻഷൻ സ്കീം എന്ന് വന്നു, എങ്ങനെയൊക്കെ വന്നു, എങ്ങനത്തെ കാര്യങ്ങൾ വന്നു, അതൊക്കെ പഠിക്കണം. നമ്മൾ ഓൾറെഡി സ്കീമുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അതിൻ്റെ PDF കൊടുത്തിട്ടുണ്ട്. റീഡ് ചെയ്യാത്തവരൊന്ന് റീഡ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിൽസ് ടു കൺവീൻ ദ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ ഡാഷ് പീരിയഡ്, ദ രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം മേ കൺവീൻ ദ മീറ്റിംഗ് വിത്തിൻ എ പീരിയഡ് ഓഫ് ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ സ്പെസിഫൈഡ് പീരിയഡ്. മാനേജിംഗ് കമ്മിറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റി ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യാൻ ഫെയിൽ ആവുകയാണെങ്കിൽ രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം ഓതറൈസ് ചെയ്ത വ്യക്തിക്കോ അത് കൺവീൻ ചെയ്യാൻ പറ്റും. അത് എത്ര നാൾക്കകം പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 29. സെക്ഷൻ 29 കൂടാതെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ സെക്ഷൻ 29 പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. സെക്ഷൻ 29 പിന്നെ നമ്മളെ ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളിൽ സാധാരണ മീറ്റിംഗ്, അതായത് ഫസ്റ്റ് ജനറൽ ബോഡി അതൊക്കെ നോക്കണം കേട്ടോ. ഫസ്റ്റ് ജനറൽ ബോഡി, അതുപോലെ ലാസ്റ്റ് ജനറൽ ബോഡി, ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ജനറൽ ബോഡി ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്, ലിക്വിഡേറ്ററുടെ ഭാഗത്ത് പറയുന്നുണ്ട്. സബ്സെക്ഷൻ 9 തോന്നുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഫണ്ടൊക്കെ ലാസ്റ്റത്തെ ഫണ്ട് എന്ത് ചെയ്യണം, ലിക്വിഡേഷൻ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ, അതാരാണ് കസ്റ്റോഡിയൻ, അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് നോക്കണം. അതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ സെക്ഷൻ 29 വായിച്ചാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടും. സെക്ഷൻ 29 ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. അവിടെ പറഞ്ഞിട്ടുള്ളത് എ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ഷാൾ ബി ഹെൽഡ് വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months. 6 monthsനകം, അതായത് സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം എന്ത് ചെയ്യണം, ഒരു ജനറൽ ബോഡി കൂടണം. അതായത് സാധാരണ ഇയർലി നമ്മൾ കൂടില്ലേ, അതാണ് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് ജനറൽ ബോഡി എന്നല്ല മീനിങ്, ആനുവൽ ആയിട്ടുള്ള ജനറൽ ബോഡി കേട്ടോ. അതായത് വർഷങ്ങളിൽ കൂടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം ആൻഡ് ദ DCA അല്ലെങ്കിൽ ഓർ എനി അതർ പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം, അവർക്ക് 2 പേർക്കും ഈ കമ്മിറ്റിയിൽ അറ്റൻഡ് ചെയ്യാനും ജനറൽ ബോഡി മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാനും കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഉള്ളൊരു സ്പെഷ്യൽ പവറാണത് അല്ലേ. ദ രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം ആൻഡ് ദ DCA ഓർ എനി അതർ പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ഹിം. അപ്പോൾ ഈ 4 ആൾക്ക്, രജിസ്ട്രാർക്കോ ആൾ വെക്കുന്ന ആൾക്കോ DCAക്കോ DCA വെക്കുന്ന ഈ 4 പേർക്കും റൈറ്റ് ടു അറ്റൻഡ് ഇൻ ദ കമ്മിറ്റി ആൻഡ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എനി സൊസൈറ്റിയാണ്, അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. പിന്നെ ദ ബോർഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെയിൽ ചെയ്യുകയാണ്, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കാൻ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ എത്ര നാൾക്കകം എന്ന് അവിടെ 1 പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സബ്സെക്ഷൻ 1 എന്ന് പറഞ്ഞത് നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months എന്ന് കേട്ടോ. ദ രജിസ്ട്രാർ ഓർ ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഇൻ ദിസ് ബിഹാഫ് ഷാൾ ബി കോമ്പിറ്റൻറ്റ് ടു കൺവീൻ സച്ച് ആനുവൽ ജനറൽ മീറ്റിംഗ് വിത്തിൻ എ പീരിയഡ് ഓഫ് 90 days ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ പീരിയഡ്. ഈ ഒരു പീരിയഡ് അവസാനിക്കുക, എക്സ്പയറി എന്ന് വെച്ചാൽ വിത്തിൻ എ പീരിയഡ് ഓഫ് 6 months ആണ്. ഈ 6 months കാലയളവ് വിളിച്ചു ചേർത്തിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഒരു 90 daysനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും, വിളിച്ചു ചേർക്കാൻ പറ്റും. ഇതിൻ്റെ എക്സ്പെൻഡിച്ചറൊക്കെ ആര് ഇൻകർ ചെയ്യണം, ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ ചെയ്യാത്തത് അവരാണ് ബോണ്ട് ചെയ്യേണ്ടത്, അവർ വഹിക്കണം എന്നാണ് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഉത്തരമായിട്ട് എന്ത് വരും, 6 monthsനകം വിളിച്ചു ചേർക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 monthsനകം അവരത് കൂടണം. അപ്പോൾ ആദ്യത്തേതിൽ വിത്തിൻ 6 months പീരിയഡാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 6 months കൂടാതെ 90 ദിവസത്തിനകമാണ് എന്ത് ചെയ്യേണ്ടത്, ഇവർ വിളിച്ചു കൂട്ടേണ്ടത്. രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ എംപവർ ചെയ്യുന്ന ആളോ കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചിലവ് വഹിക്കേണ്ടത് ആരാ ചിലവ് വഹിക്കുക, ആ സൊസൈറ്റി തന്നെ ബോണ്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട് അവർ വിളിച്ചു ചേർത്തു എന്ന് വെച്ചിട്ട് അവർ ചിലവൊന്നും വഹിക്കില്ല, സൊസൈറ്റി തന്നെ വഹിക്കണം. ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 29 ഇതുമായി കണക്ട് ചെയ്യേണ്ടത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്ന് പറഞ്ഞ സെക്ഷൻ 29 കേട്ടോ. ആ ഭാഗം ഒന്ന് നന്നായി വായിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റർ ഈസ് എ പെർമനൻറ്റ് രജിസ്റ്റർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പെർമനൻറ്റ് രജിസ്റ്റർ ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, എളുപ്പത്തിനാണ് കൊടുത്തിട്ടുണ്ട്. നോമിനേഷൻ രജിസ്റ്ററാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തതാണ്. ഡിവിഡൻഡ് രജിസ്റ്റർ 7 വർഷമാണ് കേട്ടോ. അക്വിറ്റൻസ് റോള് സൂക്ഷിക്കേണ്ടത് 10 വർഷമാണ്. 7 വർഷം സൂക്ഷിക്കേണ്ട ഡിവിഡൻഡ് രജിസ്റ്റർ മാത്രമല്ല, രജിസ്റ്റർ ഓഫ് ഇഷ്യൂ ടു ദ സെയിൽസ്മാനെ ഇഷ്യൂ ചെയ്യുന്ന രജിസ്റ്ററും എത്ര നാൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. 7 ഇയേഴ്സ് സൂക്ഷിക്കണം കേട്ടോ. ഡിവിഡൻഡ് രജിസ്റ്റർ 7 വർഷം സൂക്ഷിക്കണം. രജിസ്റ്റർ ഓഫ് ഇഷ്യൂ ടു ദ സെയിൽസ്മാൻ അതും 7 വർഷം സൂക്ഷിക്കണം. 10 വർഷം നമ്മൾ അക്വിറ്റൻസ് റോള് പറഞ്ഞു. അതുകൂടാതെ റിസിപ്റ്റ് ബുക്കും ബോണ്ട് രജിസ്റ്ററും 10 വർഷം സൂക്ഷിക്കണം. ഓക്കെ, അക്വിറ്റൻസ് റോള്, റെസിപ്റ്റ് ബുക്ക്, ബോണ്ട് രജിസ്റ്റർ ഇത് 10 വർഷമാണ്. അക്വിറ്റൻസ് റോള് ഒരു കോഡിലോ എങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കാം. അക്വിറ്റൻസ് റോള്, റെസിപ്റ്റ് ബുക്കാണ്. അക്വിറ്റൻസ്, റെസിപ്റ്റ്, ബോണ്ട് മൂന്നും കണക്ട് ചെയ്ത് വയ്ക്കാം. അക്വിറ്റൻസ്, റെസിപ്റ്റ്, ബോണ്ട് ഇത് മൂന്നും 10 വർഷമാണ് കേട്ടോ. പെർമനൻ്റ് ആയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോമിനേഷൻ രജിസ്റ്ററാണ് പെർമനൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പറയുന്നത് റൂൾ 31 അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പെർമനൻ്റ് റെക്കോർഡുകൾ ഒന്ന് നോക്കി വയ്ക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടുഗദർ വിത്ത് രജിസ്റ്റേർഡ് ബൈലോസ് കൂടെ വെക്കണം. അമെൻമെൻറ്റ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ബൈലോ അമെൻമെൻറ്റ്, അഡ്മിഷൻ രജിസ്റ്റർ, എത്ര ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് അടക്കം, പിന്നെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട് അത് 3A കേട്ടോ. ഡേ ബുക്ക് വേണം, പിന്നെ ലെഡ്ജേഴ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആൻഡ് അതർ ബോറോയിങ്സ് വേണം, റിസർവ് ഫണ്ട് ലെഡ്ജർ വേണം, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വേണം, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെമ്പേഴ്സ് വേണം, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, എന്തൊക്കെ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണ്ടേ, ആക്ട് ആൻഡ് റൂൾസ് വേണം, മിനിറ്റ്സ് ബുക്ക് വേണം, ഷെയർ വിഡ്രോവൽ രജിസ്റ്റർ വേണം, രജിസ്റ്റർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് ഡിഫോൾട്ടേഴ്സ് ബ്രോട്ട് ഇൻ ഓപ്ഷന് കൊണ്ടുവച്ച ആൾക്കാർ, രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് എന്തൊക്കെയുണ്ട്, ജനറൽ രജിസ്റ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് രജിസ്റ്റർ, ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ബോണസ് ഓൺ പർച്ചേസ്, രജിസ്റ്റർ ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ ഓഫ് ലോൺ അപ്ലിക്കേഷൻസ്, രജിസ്റ്റർ ഓഫ് ഡെലിഗേറ്റ്സ് ആൻഡ് ഡെലിഗേഷൻ ഫീസ്, രജിസ്റ്റർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് അഫിലിയേറ്റഡ് സൊസൈറ്റീസ്, സ്റ്റോക്ക് ബുക്ക് അതിൻ്റെ ഫോമുകളും ഫർണിച്ചറുകളും, ലോൺ ലെഡ്ജർ, ലയബിലിറ്റി രജിസ്റ്റർ, നോമിനേഷൻ രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ലാൻഡ് കൾട്ടിവേറ്റഡ് ബൈ മെമ്പർ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. സോ ബാക്കി നമുക്ക് ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങൾ ലോൺ ലെഡ്ജർ, ലയബിലിറ്റി ലെഡ്ജറൊക്കെ ചെറുതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് പെർമനൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ വന്നിട്ടുള്ളത് നോമിനേഷൻ രജിസ്റ്ററാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മീറ്റിംഗ് കൺവീൻഡ് അണ്ടർ റൂൾ 43A ഓഫ് ദ KCS റൂൾസ് 1969 ഷാൾ ബി പ്രിസൈഡഡ് ബൈ. ആരാണ് പ്രിസൈഡ് ചെയ്യുന്നതെന്നാണ്. 43A പ്രകാരം വിളിച്ചു ചേർത്ത മീറ്റിംഗ് ആര് പ്രിസൈഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 43A എന്താ പഠിക്കാം. 43A പ്രസിഡൻറ്റിനെയോ വൈസ് പ്രസിഡൻറ്റിനെയോ നോ കോൺഫിഡൻസ് മോഷൻ വഴി റിമൂവ് ചെയ്യില്ലേ, അവിശ്വാസ പ്രമേയം വഴി റിമൂവ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് റൂൾ 43A പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഒരു കമ്മിറ്റിക്ക് തീരുമാനിക്കുകയാണ്, ഒരു പ്രസിഡൻറ്റിനോ വൈസ് പ്രസിഡൻറ്റോ ട്രഷററിനെയോ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി. സോ നോട്ട് ചെയ്യണം ആരൊക്കെയാണ് അങ്ങനെ പുറത്താക്കുന്നത് കേട്ടോ. പ്രസിഡൻ്റ് ആവാം, വൈസ് പ്രസിഡൻ്റ് ആവാം, ട്രഷറർ ആവാം, ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി അവരൊക്കെയാണ് ഈ അവിശ്വാസ പ്രമേയം വഴി പുറത്താക്കുക. ഓക്കെ, അപ്പോൾ ഇവർക്ക് പുറത്താക്കാനുള്ള ഒരു മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ്, ഇൻറ്റൻഷനായിട്ട് നോട്ടീസ് ഓഫ് ഇൻറ്റൻഷൻ ടു മൂവ് നോ കോൺഫിഡൻസ് മോഷൻ സൈൻ ചെയ്യണം. അത് നോട്ട് ലെസ് ദാൻ 1/3 ആൾക്കാർ, ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റിയുടെ 1/3 കുറയാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, ഇതിനെ അത് അംഗീകരിക്കണമല്ലോ. ഈ ഒരു ഇൻറ്റൻഷനോട് കൂടി മൂവ് ചെയ്യണമെങ്കിൽ, ഈ ഒരു ഇൻറ്റൻഷൻ വെച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഇവർ നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്മിറ്റി സൈൻ ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ കോപ്പി, ഒരു മോഷൻ്റെ കോപ്പി പ്രപ്പോസ് ചെയ്തിട്ട് അത് രജിസ്ട്രാർക്ക് ഡെലിവർ ഇൻ പേഴ്സൺ. 2 മെമ്പേഴ്സ് ആ നോട്ടീസിൽ സൈൻ ചെയ്യും വേണം കേട്ടോ. 2 മെമ്പേഴ്സ് സൈനിങ് ദ നോട്ടീസ് ഡെലിവർ ചെയ്യുന്നതിന് മുമ്പ് ഈ കോപ്പിയിൽ. എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക, രജിസ്ട്രാർക്ക് കൊടുക്കുക. ഇനി ഓഫീസർ ഡ്യൂലി, അപ്പോൾ രജിസ്ട്രാർ ഒരു ഓഫീസറിനെ ഡ്യൂലി ഓതറൈസ് ചെയ്ത് വെക്കും. ഓക്കെ, ആളാണ് പിന്നെ ഈ പണിയൊക്കെ ചെയ്യുന്നത്. അതായത് ഈ മോഷൻ അവതരിപ്പിക്കേണ്ടതും
അതുപോലെ അവരുടെ വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കേണ്ടതും ഈ വ്യക്തിയാണ്. രജിസ്ട്രാർ അല്ല വന്നിരിക്കുന്നത്. രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഒരു ഓഫീസർ ആയിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പം ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് ആളാണ്. ആരാണ്? എനി ഓഫീസർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ. ആളാണിത് ചെയ്യേണ്ടത് കേട്ടോ. ഓൺ ബിഹാഫ് ഓഫ് രജിസ്ട്രാർ ആണ് അല്ലേ. ഷോൾ അറേഞ്ച് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ മോഷൻ ഇൻ ദ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി. എവിടെയാണ് സമയം? അതുപോലെ 30 ഡേയ്സിനകം ഈ ഒരു കോപ്പി ഓഫ് മോഷൻ കയ്യിൽ കിട്ടിയിട്ട് 30 ദിവസത്തിനകം ആൾ എന്ത് ചെയ്യണം? അത് വേഗം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വരണം അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ എന്ത് ചെയ്യണം? നോട്ട് ലെസ് ദാൻ 15 ഡേയ്സ് ക്ലിയർ നോട്ടീസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ക്ലിയർ നോട്ടീസ് കൊടുത്തിട്ട് വിളിച്ച് ചേർക്കണ്ടേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ആ 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് ഒന്ന് നോട്ട് ചെയ്തോളൂ. 30 ഡേയ്സ് ഒന്ന് നോട്ട് ചെയ്യണം. എനി ഓഫീസർ ഡ്യൂലി ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഷാൾ പ്രിസൈഡ്, ഈ എനി ഓഫീസർ ഓതറൈസ്ഡ് അണ്ടർ ദിസ് ക്ലോസ് 2 ഷാൾ പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് കൺവീൻഡ് അണ്ടർ ദിസ് റൂൾ. ഇത് പ്രകാരമുള്ള മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യേണ്ടത് ഇയാളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻ ഓഫീസർ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ ആണ് ആൻസർ ആയിട്ട് വരിക. 43A ഇതൊക്കെ പറയുന്നത്. 43A പഠിക്കണം. റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്തു പ്രകാരം? അവിശ്വാസ പ്രമേയ പ്രകാരം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കാണെന്ന് വിചാരിക്കണം. ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യനാണ്. നോക്കാം. From among the following, find out the wrong statements regarding section 64 of Kerala Cooperative Societies Actലെ തെറ്റാണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. പല ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കാണുമ്പോൾ എന്നെ ഒന്ന് വരച്ചോളൂ. റോങ് ആണോ റൈറ്റ് ആണോ എന്നുള്ള ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് അത് നോക്കുമ്പോൾ ഒന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇഫ് എനി സീരിയസ് ഡിഫക്റ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ്, ഓഡിറ്റിൻ്റെ സീരിയസ് ഡിഫക്റ്റ് ഡിസ്ക്ലോസ് ചെയ്തു, ഇറ്റ് ഷാൾ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ രജിസ്ട്രാർ വിത്തിൻ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്നില്ല. പെട്ടെന്ന് തന്നെ രജിസ്ട്രാറെ അറിയിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡേയ്സ് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇഫ് എനി സീരിയസ് ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ രജിസ്ട്രാറിനെ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പറയുന്നത് സെക്ഷൻ 64 കേട്ടോ. സെക്ഷൻ 64 പറയുന്നുണ്ട്. ആ ഭാഗം വായിച്ചു നോക്കണം. അതാ സബ്സെക്ഷൻ 10 പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സീരിയസ് ഡിഫക്റ്റ് ഡിസ്ക്ലോസ് 63 പ്രകാരം കണ്ടു കഴിഞ്ഞാൽ DCA അല്ലെങ്കിൽ ഓർ ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഹിം ഷാൾ കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ഫോർത്ത് വിത്ത് ടു രജിസ്ട്രാർ. പെട്ടെന്ന് ഫോർത്ത് വിത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ രജിസ്ട്രാർ അറിയിക്കണം. ഫോർ ഇമ്മീഡിയറ്റ് ഫർദർ ആക്ഷന് വേണ്ടിയിട്ടാണ് അറിയിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിന് സമയപരിധി പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ എമൗണ്ട് ഓഫ് fee or cost of the audit of accounts of the society shall be paid by the society concerned within 45 days of intimation ആണ്. ഇൻറ്റിമേഷൻ കിട്ടി 45 ഡേയ്സിനകം അടയ്ക്കണം. എന്തടയ്ക്കണം? ഓഡിറ്റ് കോസ്റ്റ് അടയ്ക്കണം, അല്ലെങ്കിൽ ഓഡിറ്റ് ഫീസ് അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. ഇൻറ്റിമേഷൻ കിട്ടി 30 ദിവസത്തിനകമാണ് അടയ്ക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ ഫോർത്ത് വിത്ത് ടു ദ രജിസ്ട്രാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ച് ഒരു ഡേറ്റ് പറയുന്നില്ല. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എമൗണ്ട് ഓഫ് ഫീസ് ഓർ കോസ്റ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? DCA ആണ് കേട്ടോ. ഇതിൻ്റെ ഫിക്സ് ചെയ്യുന്നത് DCA ആണ്. ഇത് വിത്തിൻ 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ ആണ്. ഇൻറ്റിമേഷൻ കിട്ടി 30 ദിവസത്തിനകം അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 45 ദിവസത്തിനകം എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് കേട്ടോ. 45 ഡേയ്സിനകം ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, 30 ഡേയ്സിനകം ഇൻറ്റിമേറ്റ് ചെയ്ത് അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് തെറ്റാണ്. അടുത്തത്, ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എവറി സൊസൈറ്റി ടു എൻഷുർ ആക്യുറസി ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആക്യുറസി എൻഷുർ ചെയ്യേണ്ടത് ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതും തെറ്റായ പ്രസ്താവനയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. 4A പറഞ്ഞിട്ട് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിങ് കമ്മിറ്റി. മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് എന്ത്? ആക്യുറസി പരിശോധിക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അതൊരിക്കലും ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി അല്ല. ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. പക്ഷേ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് നിർബന്ധമായിട്ട് ചീഫ് എക്സിക്യൂട്ടീവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക? ഓഡിറ്റർക്ക് മുമ്പാകെ വെക്കേണ്ടത് കമ്മിറ്റിയാണ് അതിന് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. സോ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും അവിടെ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും തെറ്റായ പ്രസ്താവനയാണ്. പിന്നിട്ടുള്ളത്, വിത്തിൻ 60 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദ ഓഡിറ്റ് റിപ്പോർട്ട് DCA ഷാൾ ഇഷ്യൂ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞിട്ടുള്ളത് 60 ദിവസത്തിനകം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, 45 ഡേയ്സ് ആണ് കേട്ടോ. വിത്തിൻ 45 ഡേയ്സ് 45 ഡേയ്സിനകമാണ് എന്ത് ചെയ്യേണ്ടത്?
ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയ DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ ഓഡിറ്റ് മെമ്മറാണ്ടും കൂടി സെറ്റാക്കിയിട്ട് 45 ദിവസമാണ് പറയുന്നത് കേട്ടോ. വിത്തിൻ 45 ഡേയ്സിനകം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൺസേൺഡ് സൊസൈറ്റിക്ക് ഓഡിറ്റ് മെമ്മറാണ്ടം അടക്കം കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, 60 ഡേയ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം റോങ് ആണ് കേട്ടോ. അപ്പം ഇത് റോങ് ആണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് വ്യക്തമായി അറിയണം. എന്നാലല്ലേ ഇത് തെറ്റാണോ ശരിയാണോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോഴും അതിലെ തെറ്റെന്താണ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ആ ഭാഗം നമ്മൾ വൃത്തിക്ക് വായിച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് സെക്ഷൻ 64ൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഓഡിറ്റിൻ്റെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതൊന്ന് വായിച്ചിട്ട് പോവാം. അവിടെ ഓൾ ആർ റോങ് ആണ്. അപ്പോൾ ഒന്നും കൂടി പറയാം. സീരിയസ് ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്ട്രാറെ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമയപരിധി അവിടെ പറയുന്നില്ല. എമൗണ്ട് ഓഫ് ഫീസോ കോസ്റ്റോ സൊസൈറ്റി അടയ്ക്കേണ്ടത് 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ ആണ്. ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി അല്ല, പക്ഷേ കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് എവറി സൊസൈറ്റി ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ദ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്. ചീഫ് എക്സിക്യൂട്ടീവ് ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ പറയുന്നത് 45 ഡേയ്സിനകമാണ് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് മെമ്മറാണ്ടവും ഇഷ്യൂ ചെയ്യേണ്ടതെന്നാണ്. 60 ഡേയ്സ് അല്ല, 45 ഡേയ്സ് ആണ് കേട്ടോ. സോ ഇത് 4 ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മേ ബി വേറെ ഏതെങ്കിലും രീതിക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടെ മാർക്ക് പോയില്ല. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് രജിസ്ട്രാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രാർ കൺട്രോളിലല്ല ഓംബുഡ്സ്മാൻ നിൽക്കുന്നത്. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ആരാണ്? ഗവൺമെൻറ് ആണ്. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ആണ് കേട്ടോ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ പ്രസ്താവനയാണ്. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് ഫ്രെയിംഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് എനേബിളിംഗ് റിഡ്രസൽ ഓഫ് കംപ്ലൈൻറ്റ് റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് ഓർ അതർ സർവീസസ് റെൻഡേർഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അത് ശരിയാണ് കേട്ടോ. വളരെ കറക്റ്റായ പ്രസ്താവനയാണ്. ഓംബുഡ്സ്മാൻ ഷാൾ ബി എ പേഴ്സൺ ഹാവിംഗ് മിനിമം ഓഫ് 6 ഇയേഴ്സ് ഓഫ് ബാർ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, 10 ഇയേഴ്സ് ഓഫ് ബാർ പ്രാക്ടീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതും തെറ്റായ പ്രസ്താവനയാണ്. 10 വേണ്ടിയിരുന്നത്. അടുത്തത് പറഞ്ഞിട്ടുള്ളത് ടേം ഓഫ് ഓഫീസ് ഓഫ് ദ ഓംബുഡ്സ്മാൻ ആണ്. ഷാൾ ബി 3 ഇയേഴ്സ്. അത് ശരിയാണ്, 3 വർഷവും. അതുപോലെ അറ്റൈനിങ് ദ ഏജ് ഓഫ് 65 ഇയേഴ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് ടേം ഓഫ് ഓഫീസ് ഓംബുഡ്സ്മാൻ്റെ പറയുന്നത്. അത് ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ 4 ശരിയാണ്, 2 ശരിയാണ് കേട്ടോ. അപ്പോൾ 2, 4 ശരിയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കൊടുക്കാവുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. 69A ആണ് എന്ത്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ്റെ കാര്യങ്ങൾ പറയുന്നത്. 69A ആണ്. സോ അതൊന്ന് നോട്ട് ചെയ്യാം. ഗവൺമെൻറ് ആണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് ഒഫീഷ്യൽ ഗസറ്റിൽ കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം. ഇതെന്തിനാണ്? വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് എനേബിളിംഗ് റിഡ്രസൽ ഓഫ് കംപ്ലൈൻസ് റിലേറ്റിംഗ് ടു ഡെഫിഷ്യൻസി ഇൻ ബാങ്കിങ് ഓർ അതർ സർവീസ് റെൻഡേർഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഡീലിംഗ് വിത്ത് ബാങ്കിങ് ബിസിനസ് ഉണ്ടായിരുന്നു, അത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സോ നോട്ട് ചെയ്യാം. ഗവൺമെൻറ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1 or more പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഒരു പേഴ്സണെ മാത്രമല്ല, ചിലപ്പോൾ മോർ പേഴ്സൺസും ആവാം, കുഴപ്പമില്ല. പിന്നെ പറഞ്ഞിട്ടുള്ളത് ടേം ഓഫ് ഓഫീസ് ആണ് 3 ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദർ എൻറ്ററിങ് ഓഫീസ് ഓർ അറ്റൈനിങ് ദ ഏജ് ഓഫ് 65 ഇയേഴ്സ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓംബുഡ്സ്മാൻ ഒരു പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൺസ് ആണ് ഹാവിംഗ് മിനിമം ഓഫ് 10 ഇയേഴ്സ് ബാർ പ്രാക്ടീസ്, ഹാവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ബാങ്കിങ് ഓർ കോപ്പറേറ്റീവ് ഫീൽഡുള്ള ആളെയാണ് ഈ ഒരു ഓംബുഡ്സ്മാനായി വെക്കുന്നത്. ഓംബുഡ്സ്മാൻ ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ആണെന്ന് പ്രത്യേകം സബ്സെക്ഷൻ 6 പറയുന്നു. സോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 69A പഠിക്കേണ്ടത്, കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് 14 കേട്ടോ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ക്വസ്റ്റ്യനും കൂടിയാണല്ലോ. ദ പീരിയഡ് ഓഫ് സൂപ്പർ സെഷൻ അണ്ടർ സെക്ഷൻ 32 സൂപ്പർ സെഷൻ പറയുന്നത് അല്ലേ. ഷാൾ ബി എ പീരിയഡ് ഓഫ് എത്ര നാളാണ് സൂപ്പർസീഡ് ചെയ്യേണ്ടത്? ആൻഡ് ഇൻ കേസ് ജനറൽ കേസാണ് പറയുന്നത്. ന്യൂ കമ്മിറ്റി കനോട്ട് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓർ എൻ്റർ അപ്പോൺ ഓഫീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി വിത്തിൻ ദ പീരിയഡ് ഓഫ് സൂപ്പർ സെഷൻ. ദാറ്റ് പീരിയഡ് മേ ബി എക്സ്റ്റെൻഡഡ് ഫോർ എ ഫർദർ പീരിയഡ് നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി കൊടുക്കുന്നത് എന്താണ്? 6 months ആണ്. ജനറലി 6 months ആണ് കൊടുക്കുക. 6 months കൂടി വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുക്കുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് സെക്ഷൻ 32 ആണ്. സൂപ്പർ സെഷൻ ഓഫ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മിറ്റിയുടെ സൂപ്പർ സെഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്ഷൻ 32 പറയുന്നുണ്ട്. ആ സമയത്ത് രജിസ്ട്രാർ എന്ത് ചെയ്യണം? ഫിനാൻസിങ് ഇങ്ങനൊരു ഓർഡർ സൂപ്പർസീഡ് ചെയ്യാനുള്ള ഓർഡർ വയ്ക്കുമ്പം ഫിനാൻസിങ് ബാങ്കിനെയോ CCനെയോ ആരെയാണോ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണെങ്കിൽ അവരെയൊക്കെ ഒന്ന് ചെയ്യണം, ഒന്ന് ജസ്റ്റ് കൺസൾട്ട് ചെയ്യണം കേട്ടോ ഓർഡർ പാസ് ചെയ്യുന്നതിന് മുമ്പ്. ജനറലി സൂപ്പർ സെഷൻ്റെ ഓർഡർ കൊടുക്കുന്നത് ഫോർ 6 months ആണ്. പിന്നെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു എക്സ്റ്റൻഷനായിട്ട് ഫർദർ പീരിയഡ് നോട്ട് എക്സീഡിങ് 6 months കൂടി പ്രൊവൈഡ് ചെയ്യും എന്ന് ആലോചിക്കുക. ഓക്കെ, അവിടെ അതാണ് പഠിക്കാനുള്ളത്. സെക്ഷൻ 32 നന്നായി വായിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അടുത്തത് പറഞ്ഞിട്ടുള്ളത്
15th ക്വസ്റ്റ്യനാണ്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് അണ്ടർ സെക്ഷൻ 28. സെക്ഷൻ 28 1G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് ആരുടെ പ്രയർ അപ്രൂവലോട് കൂടിയിട്ടാണ് ഈ കോപ്റ്റഡ് മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 1G പറയുന്നത് കോപ്റ്റഡ് മെമ്പേഴ്സാണ്. 1G വായിച്ചു കഴിഞ്ഞാൽ ഈ കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ ഈ കാര്യം കിട്ടില്ല. അത് റെഫർ ചെയ്യുന്നത് 37A കേട്ടോ. 37A വായിക്കണം. റൂള് 37A ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോപ്റ്റഡ് മെമ്പേഴ്സ് ആരെയാണ് കോപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പെയ്ഡ് സർവീസുള്ള 2 ആൾ, കോപ്റ്റഡ് 2 പേഴ്സൺസ് ഓർ റെപ്രസെൻറ്റേറ്റീവ്സിനാണ് പെയ്ഡ് സർവീസ് ആവുക. ഏതെങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്കിലോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മിനിമം മാനേജറിയൽ കാഡറിൽ 10 വർഷമൊക്കെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ്, മിനിമം സർവീസ് ഉള്ള ആൾക്കാരെയാണ് കോപ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് 2 ആളെയാണ് കോപ്റ്റ് ചെയ്യുന്നത്. ഈ അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് ഷാൾ ബി ഡൺ ഓൺലി വിത്ത് ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ എന്ന് 4 പറയുന്നുണ്ട് കേട്ടോ. സബ് റൂൾ 4 പറയുന്നുണ്ട്. രജിസ്ട്രാറുടെ പ്രയർ അപ്രൂവൽ നേടിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യുക. പിന്നെ സൊസൈറ്റി ഒരു ആപ്ലിക്കേഷൻ റെസൊല്യൂഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് മുമ്പാകെ റെസൊല്യൂഷൻ പാസ്സാക്കി വെക്കും ഇത്തരത്തിലുള്ള കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് 1 മന്തിനകം ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടി, രജിസ്ട്രാർ കൺസിഡർ ചെയ്യണം ഈ ആപ്ലിക്കേഷൻ. മേ ഇഷ്യൂ പെർമിഷൻ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് സച്ച് കോപ്റ്റഡ് മെമ്പേഴ്സ്, അല്ലെങ്കിൽ ഡിനേ ചെയ്യാൻ വേണമെങ്കിൽ പ്രോപ്പർ റീസൺസ് ഉണ്ടെങ്കിൽ ഡിനേ ചെയ്യാം. അല്ല രജിസ്ട്രാർ ഓക്കെ ആണെങ്കിൽ വിത്തിൻ 1 മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദ ആപ്ലിക്കേഷൻ എന്താണെങ്കിലും ചെയ്യണം. അതായത് ഒന്നുകിൽ ഡിനേ ചെയ്യാം അല്ലെങ്കിൽ അപ്രൂവ് കൊടുക്കാം. ഓക്കെ, അതാണ് പറയുക. അപ്പോൾ 1 മന്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഭാഗത്ത് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജറിയൽ കാഡറിൽ 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെയാണ് കോപ്റ്റ് ചെയ്യേണ്ടത് എന്ന് ഓർക്കണം. മുൻകൂർ ആരുടെ പെർമിഷൻ വാങ്ങണം? രജിസ്ട്രാർ പെർമിഷൻ വാങ്ങണം എന്ന് പറയുന്നു. അത് വായിക്കേണ്ട ഭാഗം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു. റൂള് 37A ആണ്. ക്വാളിഫിക്കേഷൻ ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓഫ് കോപ്റ്റഡ് മെമ്പേഴ്സ് ആണ് നോട്ടിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നോട്ട് വായിക്കാം. കോപ്റ്റഡ് മെമ്പേഴ്സിനെ കുറിച്ച് പറയുന്നത് 28 1G കേട്ടോ. 28 1G കോപ്റ്റഡ് മെമ്പേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. 2 പേഴ്സൺസിനെ കമ്മിറ്റിയിലേക്ക് കോപ്റ്റ് ചെയ്യാം. അതിന് അവരുടെ കുറേ എന്താ പറയുക ഡെസിഗ്നേഷൻ ഏത് പോസ്റ്റ് വേണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഈ കോപ്റ്റഡ് മെമ്പേഴ്സിന് എന്തില്ല, ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. റൈറ്റ് ടു വോട്ട് ഉണ്ടോ? ഇല്ല. അതേപോലെ തന്നെ അവർ ഒരു മെമ്പർ എന്നുള്ള കപ്പാസിറ്റിയിൽ അവർ നോട്ട് എലിജിബിൾ ടു ബി എലക്റ്റഡ് ആസ് ഓഫീസ് ബെയറർ ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ഓഫീസ് ബെയറായിട്ട് എലക്ട് ചെയ്യാൻ പറ്റുമോ അവർക്ക്? ഇല്ല, അതൊന്നുമില്ല. പിന്നെ അവരെ തന്നെ നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്യില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കേണ്ടത് 28 1G ആണ് വായിക്കേണ്ടത് കേട്ടോ. കോപ്റ്റഡ് മെമ്പേഴ്സ് ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെഷൻ ഒരുപാട് ലോങ് ആയി പോകും. അപ്പം നമുക്ക് തന്നെ, അതായത് വായിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഓവറായിട്ട് കണ്ടൻറ്റ് വരുന്നു തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒന്ന് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് വേണ്ടത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുമായി റെഫർ ചെയ്ത് പറഞ്ഞ എല്ലാ സെക്ഷൻസും റൂൾസും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയി റീഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത കൂട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്